എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ സമയം 9:08 ആയിട്ടുണ്ട്. എൻ്റെ പ്ലാനിങ് എന്താണെന്ന് പ്ലാൻ ചെയ്യാം. ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ പിയിലേക്ക് 98 പോയിന്റ് അതൊരു റൗണ്ട് ചെയ്ത് നമുക്കൊരു 100 ആക്കാം. അപ്പോൾ കാൽക്കുലേഷൻ 22,922 22,922 മൈനസ് ഞാൻ 100 ഇട്ട് കൂട്ടണമെന്ന് മനസ്സിൽ വെറുതെ ചിന്തിച്ചു. ഞാൻ -100 ഇട്ടു. 98 ശരിക്കും നമ്മൾ ഇടാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ 100 ഇടണമെന്ന് തോന്നി, ഞാൻ 100 ഇട്ടു. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ 22,822 എന്ന് പറയുമ്പോൾ ഏകദേശം 838 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഈ ഭാഗത്തൊരു കൺസോൾട്ടേഷൻ സോണുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു സോൺ ഞാൻ പലരും ഈ പറഞ്ഞ പോലെ എൻ്റെ ആഫ്റ്റർ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ഈ സോൺ എങ്ങനെയാണ് വരക്കണേന്ന് ചോദിക്കാറുണ്ട്. അതിലൊന്നും കൃത്യമായിട്ടുള്ളൊരു ഉത്തരവില്ല. എൻ്റെ മനസ്സിൽ എവിടെ വരക്കണമെന്ന് തോന്നുന്നു ഞാൻ അവിടെ വരക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറേ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്നൊരു സിസ്റ്റം, നാളെ ഒരു സിസ്റ്റം, മറ്റന്നാൾ ഒരു സിസ്റ്റം, അങ്ങനെയൊക്കെ ആയിരിക്കും. ചാർട്ട് സ്ട്രാറ്റജി ഒന്ന് തന്നെയാണ്. ഈ സോൺ ഞാൻ ഏകദേശം ഒരു കണക്കൂട്ടി വരക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് കുറേ എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ 22,823 അപ്പർ സൈഡും 22,775 അപ്രോക്സിമേറ്റ്ലി ലോവർ സൈഡുമാണ് ഞാൻ അത് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ എൻ്റെ ഒരു സ്പേസ് എന്ന് വെച്ചാൽ, ഞാൻ പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് എന്ന് വെച്ചാൽ 22,794 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് താഴത്തോട്ട് പോയാൽ 22,725 ഇട്ടായിരിക്കും ഞാൻ ഒരു കാൽക്കുലേഷൻ എടുക്കുന്നത്. സോറി, എൻ്റേതായിട്ടുള്ള ഒരു ടാർഗറ്റ്. നേരെ മറിച്ച് ഈ ബോക്സിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 22,834 ആദ്യത്തെ 15 മിനിറ്റ്സ് 22,838 1, 2, 3, 4 ക്യാൻഡിൽ സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ സ്കാൽപ്പ് ചെയ്ത് ചെറിയ ചെറിയ പോയിന്റുകൾ സിയിലും പിയിലും മാറി മാറി എടുത്താൽ ഗുണമായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു 22,834 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുകളിലേക്ക് SMA അല്ലെങ്കിൽ 22,897 അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് 22,327 ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണത്. സ്റ്റിൽ 100 പോയിന്റ് താഴെ പോയത് കാരണം RSI ഓൾറെഡി ക്രോസ് ഓവർ സ്റ്റാർട്ടിംഗ് ആണ് നിൽക്കുന്നത്. അത് നേരെ ഗ്രീനിൽ കയറി താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ ഡൗണിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും 202 ഒരു ലെവലാണ്, മുട്ടാനുള്ള ഒരു ലെവലായിട്ട് മാർക്കറ്റിൽ നിൽപ്പുണ്ട്. പിന്നെ ഉള്ളത് 235 അപ്പോൾ ഞാനൊരു സോൺ ഓൾമോസ്റ്റ്, അതായത് 220, 232 ഈ സോണിന്
താഴത്തോട്ട് മാർക്കറ്റ് വരുമ്പോൾ മാത്രമേ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതർവൈസ് ഈ ക്യാൻഡലിന് പൊക്കത്തോട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ 230-35 വരെയും അവിടെ നിന്ന് മാർക്കറ്റ് അപ്പായാൽ മാത്രമാണ് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ നോക്കുന്നത്. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്. അതെവിടം വരെ ചാൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 235 ബ്രേക്ക് ചെയ്താൽ 260 വരെ ഒരു ചാൻസ് ഉണ്ട്. 260 നിന്ന് ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 282 വരെയാണ്. അവിടെ നിന്നും അടുത്ത ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ഞാൻ അതുക്കും മേലെ 300ലേക്കുള്ള ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് അടുത്ത ആഴ്ചത്തെയാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 22,900 പിയും 913 22,800 സിയും. ഇനിയിപ്പോൾ സിയിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വന്നാലും എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് 307 ആയിരിക്കും, രണ്ടാമത്തെ ടാർഗറ്റ് 317 ആയിരിക്കും. ഇപ്പോൾ ഈ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്നൊരു പരിപാടിയുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വിധത്തിൽ ഉരുട്ടി പൊക്കത്ത് കയറ്റി എന്ന് പറയുമ്പോൾ താഴത്തോട്ട് ഇടണം. അപ്പോൾ മാർക്കറ്റ് ഇനി താഴത്ത് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 270 ആണ്. 270 അപ്രോക്സിമേറ്റ് ഒരു 253. അപ്പോൾ ഇതിന് മുകളിലോട്ട് വന്നാൽ മാത്രമേ ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. അതനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും ഒറ്റ സ്ട്രൈക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും അതിൽ പെട്ടുപോകുന്നതിൻ്റെ റീസൺ ഒരു ബ്രേക്കൗട്ട് ജെനുവിനാണോ, അത് യഥാർത്ഥമായിട്ടുള്ള ബ്രേക്കൗട്ടാണോ എന്നറിയണം. ഞാനും ആദ്യമൊക്കെ ഒരു സ്ട്രൈക്ക് എടുത്ത് വെച്ചിട്ട് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഡബിൾ ചാർട്ട് നോക്കിയ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കാനായിട്ട് ഡബിൾ ചാർട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകും. ഇവിടെ 220 ഇപ്പോൾ RSI പീക്ക് അനുകൂലമാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ റെക്ടാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. ആ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് 221 കൂടെ ഒരുമിച്ച് ബ്രേക്ക് ചെയ്യണം. രണ്ടും തമ്മിൽ ടാലി ആയാൽ മാത്രമാണ് ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാൻ ചാടിക്കയറി ഒരു എൻട്രി ഒന്നും ഒരു ബ്രേക്കൗട്ട് ആയി എന്ന് വെച്ചിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ 285 ഒരു ലെവൽ രാവിലെ മിച്ചം വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് 270 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 286ലേക്കോ 307ലേക്കോ കിട്ടണം. അല്ലെങ്കിൽ 215 മുകളിലോട്ടുള്ള മൂവ് 220 വരെയോ അതുക്കും മേളോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റെക്ടാങ്കിൾ ബോക്സ് മാറ്റാം. 220, 223, 228 വരെ കിട്ടണം. സിയിലാണ് 270 മുകളിലോട്ട് മൂവ് കിട്ടുകയാണെങ്കിൽ 188 എത്തുമ്പോൾ സി എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ SMAയിൽ മുട്ടുമ്പോൾ സി എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 180 മുട്ടുമ്പോൾ സി എവിടെയാണ് നിൽക്കണതെന്ന് 307 ഭാഗത്തേക്ക് വരുന്നതനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ഡബിൾ ചാർട്ടിൽ കൺഫർമേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ 5 പോയിൻ്റ് 8 പോയിൻ്റൊക്കെ ബഫർ സോണിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ ഈ ഡബിൾ ചാർട്ട് വെച്ച് നോക്കിയിട്ടാണ്. അത് കറക്റ്റ് ഞാൻ വരച്ച ബ്ലൂ ലൈൻ, ആ ബ്ലൂ ലൈൻ അങ്ങ് മാറ്റിയേക്കാം. ഞാൻ എവിടെ വരച്ചിട്ടാലും അത് കറക്റ്റായിട്ട് ടച്ച് ചെയ്യും. അത് SMAയിലേക്ക് ടച്ച് ചെയ്യണം. SMAയിലേക്ക് ടച്ച് ചെയ്തിട്ട് പിന്നെ 180ലേക്ക് വരണം. അപ്പോൾ 180ലേക്ക് SMAയിലേക്ക് മുട്ടുമ്പോൾ 275, 286 ആണോ. SMAയിൽ മുട്ടിപ്പോൾ 275ലാണ് മാർക്കറ്റ്. SMAയിലേക്ക് മുട്ടിയിട്ടില്ല. ഇത് ഡെൽറ്റ വാല്യൂ കുറവാണ്. 180നേക്കാളും 100 പോയിൻ്റ് കൂടുതലാണ് സിയിൽ പ്രീമിയം നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 പോയിൻ്റ് താഴത്തോട്ട് വരുമ്പോൾ ഇതൊരു 8 പോയിൻ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ ആ കണക്കൂട്ടലിലാണ് ഞാൻ നിൽക്കുന്നത്. 280ലേക്ക് ഒരു ഏരിയാസ് വന്നിട്ടുണ്ട്. RSI 5 മിനിറ്റിൽ ക്രോസ് ഓവർ ആയി നിൽക്കുന്നുണ്ട്.
279 വരെ ചിലപ്പോൾ പോകത്തുള്ളൂ. 279 പോയിട്ട് തിരിച്ചൊരു ഡൗൺ അടിച്ച മാർക്കറ്റ് 257 സഡൻ ഫാൾ വരും. അപ്പോൾ ഞാൻ അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2200 തൽക്കാലം ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി കോട്ട ഓൾറെഡി ഒത്തിട്ടുണ്ട്. കാരണം ഇവിടെ SMAയിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഞാനൊരു പ്രിക്കോഷൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 279 ഒരു സോണാണ്. 279 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. 286 വരെ മുകളിലോട്ട് പോകും. അപ്പോൾ 279 നിന്ന് റിവേഴ്സ് ആയാൽ 258 ഫാളാവും. ബ്രേക്ക് ചെയ്ത് പോയാൽ പോയി 86 പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സഡൻ ഫാൾ 258 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അപ്പോൾ പറഞ്ഞത് 279 വരെ പോകാമെന്നാണ് പറഞ്ഞേക്കണേ. കറക്റ്റ് 279.75 വരെയാണ് സി പോയിട്ടുള്ളൂ. അതിനർത്ഥം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് വരും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 258 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഇനിയും സി നോക്കുന്നില്ല എന്നല്ല. 280 ബ്രേക്ക് ചെയ്താൽ 286 6 പോയിന്റ് ഇത്തിരി ലോട്ട് കൂട്ടി സ്കാൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് സ്കാൽപ്പ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് കിട്ടിയാൽ അത് പിടിക്കാം. അപ്പോൾ പറഞ്ഞത് ഒരു തവണ കൂടെ 280 ബ്രേക്ക് ചെയ്താൽ സിംഗിൾ ക്യാൻഡിൽ 286 പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ക്യാൻഡിലും പറഞ്ഞു വെച്ചിട്ട് റിവേഴ്സ് ആകുമ്പോഴൊക്കെ അതിന് ഓരോരോ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടത്തുള്ളൂ. രാവിലെ തൊട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 307 എന്നുള്ളൊരു ലെവല്. അപ്പോൾ അതിനിടക്ക് 280 എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ 259 ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുവാണെങ്കിൽ താഴത്തുനിന്ന് ഒന്നും കൂടെ എടുക്കാമല്ലോ. നേരെ മറിച്ച് 280 ബ്രേക്ക് ചെയ്താൽ റീ എൻട്രി എടുത്ത് ലോട്ട് കൂട്ടി പ്രോഫിറ്റ് ആക്കാം എന്നുള്ള ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്തത്. ഇത് എങ്ങനെ പോയാലും ഗ്യാപ്പ് ഫില്ലിങ്, ഇപ്പം ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് ഇപ്പോഴാണ് നടന്നത്. ആദ്യം ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് നടന്നു, ശേഷം ഇപ്പുറത്ത് ഗ്യാപ്പ് ഫില്ലിങ് നടന്നു. ഇനി ഇവിടെ SMA ടച്ച് ചെയ്യാനുണ്ട്, 307 ടച്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? 280 അറ്റ് എ ടൈമിൽ ബ്രേക്ക് ചെയ്ത് സിംഗിൾ ക്യാൻഡിലിൽ ഞാൻ പറഞ്ഞു 286 സിംഗിൾ ക്യാൻഡിലിൽ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ള ഇപ്പോൾ ഒരു 3 ലോട്ടാണെങ്കിൽ 2 ലോട്ട് അവിടെ കൊടുക്കാം. ഒരു ലോട്ട് 280 കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് 307 എത്തുന്നത് വരെ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 7 ലോട്ടാണ്. ഇപ്പോൾ ഞാൻ 7 ലോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് 4 ലോട്ട് കൊടുക്കാം. ബാക്കി 3 ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. 307 അല്ലെങ്കിൽ 303 എത്തുമ്പോൾ കൊടുത്താലും പ്രശ്നങ്ങളില്ല. എന്താ 4 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. വെറുതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? SMA ടാലി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു വിക്ക് അടിച്ചാലും SMA ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. വളരെ സേഫായിട്ടുള്ളൊരു സോണാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഗ്യാപ്പ് ഫില്ല് ഒരു ഓപ്പർച്യൂണിറ്റി, SMA സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി, 307 തേർഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ 7 ലോട്ടിൽ 4 ലോട്ട് കൊടുത്തു. ബാക്കിയുള്ള 3 ലോട്ടുണ്ട്. ബാക്കിയുള്ള 3 ലോട്ടിൽ ഒരു 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു ലോട്ടുണ്ട്. ആ ലോട്ട് 307 എത്തണമെങ്കിൽ എത്തട്ടെ. 7 ലോട്ട് എടുത്തിട്ട് അവിടെ 4 ലോട്ട് കൊടുത്തു. അപ്പോൾ ബാക്കി 3 ലോട്ട്. 3 ലോട്ടിൽ 301 വന്നപ്പോഴത്തേക്കും 2 ലോട്ട് കൊടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് 390 ബ്രേക്ക് ചെയ്താൽ പിന്നെ 423 മാർക്കറ്റ് പോയി നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലോട്ട് ആയതുകൊണ്ട് ഇവിടെ ഒന്ന് കയറ്റി വെക്കാം. കോസ്റ്റ് ടു കോസ്റ്റിലേക്കല്ല, മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാം. കാരണം 390 നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി 350 വരെ ഫാൾ ആവുന്നുണ്ട്. അപ്പോൾ 270 എൻട്രി എടുത്തത്. 270, 370, 392, 122 പോയിൻ്റാണ് മാർക്കറ്റിൽ മൂവ് ചെയ്തിരിക്കുന്നത്. RSI ക്രോസ് ഓവർ ആവുന്നവരെ അത് ഹോൾഡ് ചെയ്യും. ഈ മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി 423 ഉള്ളൂ. ഇൻഡെക്സിൽ 23,057 കൺസോൾട്ടേഷൻ സോണുണ്ട്. ആ കൺസോൾട്ടേഷൻ സോണിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ പരിപാടി വൈൻഡപ്പ് ചെയ്യാം.
23,051, 23,057 കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ പോയി മാർക്കറ്റ് നിൽക്കും. 390 വളരെ സേഫ് ആയിട്ടുള്ള സോണാണ്. അവിടെ സുഖമായിട്ട് ബുക്ക് ചെയ്യാം.